ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ട്രംപ് ഇന്നലെ UN-ൽ സംസാരിക്കുന്നു. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേലുണ്ട്. അതിൽ അമേരിക്ക ഇടപെടണമെന്ന ആവശ്യം വളരെ ശക്തമായുണ്ട്. ഇസ്രയേലിന് നൽകി വരുന്ന സഹായം അമേരിക്ക നിർത്തണം, അതൊരു സന്ദേശമാകണം, അങ്ങനെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നതായിരുന്നു പ്രതീക്ഷ. അത്രയും പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ട്രംപിന്റെ വാക്കുകളെ എല്ലാവരും നോക്കിക്കണ്ടത്. പക്ഷേ ട്രംപ് എന്താണോ പരമ്പരാഗതമായി പലസ്തീൻ വിഷയത്തിൽ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട്, അത് മാത്രമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ചില സമാധാന ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അറബ് രാഷ്ട്ര നേതാക്കളുമായും മറ്റും കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ സൗദിയുടെ നേതൃത്വത്തിലൊക്കെ കൊണ്ടുവരാൻ പോകുന്ന സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നു. അതൊരു സമാധാനത്തിലേക്കുള്ളൊരു നീക്കമാണല്ലോ. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഗസയിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അതായത് ഏതൊരു സമാധാന ശ്രമം നടക്കുന്നോ അതിന് തൊട്ടു പിന്നാലെ ആക്രമണം അതിരൂക്ഷമാക്കുന്ന സാഹചര്യം, അത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ്. വെടിനിർത്തലിന് ഹമാസ് തയ്യാറായി നിൽക്കുമ്പോഴാണ് അറബ് രാഷ്ട്രത്തിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ആക്രമണം രൂക്ഷമാക്കി അവിടെ ഗസ പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് വരെ വന്നു. കരയുദ്ധം ആരംഭിച്ചു. ഇപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ സമാധാനത്തിലേക്ക് പോകുമോ എന്ന് കരുതുമ്പോൾ വീണ്ടും അവിടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും സമാധാനം വരരുത് എന്നതാണോ ഇസ്രയേലും ഒപ്പം തന്നെ അമേരിക്കയും ആഗ്രഹിക്കുന്നത്? രേണുക, ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ട്രംപ് കയറി ഉടനെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു പ്രസ്താവന നടത്തിയതല്ലാതെ ട്രംപ് സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവായിട്ട് നോബൽ സമ്മാനമൊക്കെ മേടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് കയറി വന്നിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ 24 മണിക്കൂർ കൊണ്ട് നിർത്തിക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. ഇതൊന്നും നിന്നിട്ടില്ല, ഇതിപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് UN-ലെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദികളെ മോചിപ്പിക്കണം. ആദ്യം തന്നെ UN-നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ട്രംപ് തുടങ്ങിയത്. ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെതിരെ നിൽക്കുന്ന ആളുകളോട് ട്രംപ് ഇച്ചിരി താണ് സംസാരിക്കും. ട്രംപിനോട് സൗഹൃദം ആര് കാണിക്കുന്നോ അവരുടെ തലയിൽ കയറും. ഇതാണ് ഇപ്പൊ ട്രംപിന്റെ ഈ രണ്ടാം ഊഴത്തിന് നമ്മൾ ആദ്യം മുതലേ കണ്ടുവരുന്ന ഒരു കാര്യം. അപ്പൊ UN-നെയും ഇതുപോലെ തന്നെ UN-ലെ ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റിന് തീർച്ചയായിട്ടും തക്കതായ ഒരു സ്ഥാനമുണ്ട്. UN-നെ ഫണ്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഭൂരിഭാഗവും അമേരിക്ക തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. UN-ന്റെ ബാക്കി അസോസിയേറ്റഡ് മേഖലകളിലെല്ലാം അമേരിക്കയുടെ ഫണ്ടിങ് ഉണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിന് അവിടെ വലിയൊരു സ്ഥാനമുണ്ട്. അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് UN-നെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ട്രംപ് തുടങ്ങുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ട്രംപ് ഈ ഒരു യുദ്ധം നിർത്തണമെന്നുള്ള രീതിയിൽ യാതൊന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞ ഒരേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദികളെ തിരിച്ചു കൊടുക്കുക. 250 പേരെ അവർ പിടിച്ചോണ്ട് പോയതിൽ ഇപ്പൊ 45 പേരെ മറ്റേ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ തിരിച്ചു കൊടുക്കാന്നുള്ള ഒരു സ്റ്റാൻഡാണ്. അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നത് ഇതൊരു ഇസ്രായേലി പാലസ്തീൻ വാറല്ല, ഇതൊരു ഇസ്രായേലി ഹമാസ് വാറാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മുൻപ് ഇസ്രായേലും പാലസ്തീനുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് 142 രാഷ്ട്രങ്ങൾ വോട്ട് ചെയ്തു. 10 രാഷ്ട്രങ്ങൾ പിന്നെ എഗൻസ്റ്റ് ആയിട്ട്, അതായത് അർജന്റീനയും അമേരിക്കയും അടക്കം എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ട്, അവിടെ ഒരു ഗവൺമെന്റും ഉണ്ട്. അപ്പൊ അവരെ അംഗീകരിച്ച് UN-ലേക്ക് കൊണ്ടുവന്നിട്ടില്ല. UN-ന്റെ ഭാഗമല്ല അവര്. അപ്പൊ ലോകരാഷ്ട്രങ്ങൾ അവരെ അംഗീകരിച്ച് UN-ലേക്ക് കൊണ്ടുവരണം പാലസ്തീൻ. ഗാസ എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗാസ ഇപ്പൊ ഭരിക്കുന്നത് ഹമാസാണ്. പണ്ട് 2005 മുമ്പായിട്ട് ഇസ്രായേൽ ഈ ഗാസ സ്ട്രിപ്പ് മുഴുവൻ പിടിച്ചടക്കിയിരുന്നു, ഇസ്രായേലിന്റെ കസ്റ്റഡിയിലായിരുന്നു. 2005 അവര് യാതൊരുവിധ കണ്ടീഷൻസും ഇല്ലാതെ അൺകണ്ടീഷണലി 2005 ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായത്. 10-20,000 ഇസ്രായേലുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെതിർത്തു. സത്യം പറഞ്ഞ ഇസ്രായേലി പട്ടാളത്തിനെ ഇസ്രായേലുകാർ തന്നെ എതിർത്തു. ഞങ്ങൾ ഇനി എവിടെ പോകാനാണെന്നൊക്കെ പറഞ്ഞ് എതിർത്തു. പക്ഷെ ബലമായിട്ട് അവരെ അവിടുന്ന് നീക്കി. ഏതാണ്ട് അന്ന് 2005 $3 ബില്യൺ ആ വിഡ്രോവലിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കാനും വേണ്ടിയിട്ട് ഇസ്രായേൽ ചെലവാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നിരുപാധികം പിൻവാങ്ങുമായിരുന്നു. 2006 ഗാസ സ്ട്രിപ്പിന്റെ അധികാരം ഹമാസ് പിടിച്ചെടുക്കുന്നു. അത് ഇലക്ഷനിൽ കൂടെയായിരുന്നു.
ഹമാസ് 2006 ഈ ഗാസ സ്ട്രിപ്പിന്റെ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വളരെ ശക്തമായിട്ട് അതിശക്തമായിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങി. ഇവിടെ ഇസ്രായേൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസ സ്ട്രിപ്പ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ഗാസ സ്ട്രിപ്പിൽ നിങ്ങൾ പാടില്ല, കാരണം ഞങ്ങളുടെ മൂക്കിന്റെ താഴെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ ആക്രമിക്കുന്നു, ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോഴും നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1948 ശേഷമുള്ള ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുതിയൊരു സംഭവമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലുകളും അറബുകളും തമ്മിലുള്ള ഈ പ്രശ്നത്തിന് ഏകദേശം 1400 വർഷം പഴക്കമുണ്ട്. വിശുദ്ധ ഖുർആനില് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച്, ഒരു പ്രവിശ്യയെക്കുറിച്ച് 40-ലധികം പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നു, ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവർ ലോകത്തിന്റെ പല ഭാഗത്തിലേക്ക് ഓടിപ്പോയിട്ട് എല്ലാ രാഷ്ട്രങ്ങളിലും അവർക്ക് നേരിടേണ്ടി വന്നത്, ഈ ജൂതന്മാർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അവർക്കൊരു റെസ്പെക്ട് കിട്ടിയതും പീഡനം അനുഭവിക്കാത്തതും. പിന്നീടാണ് അവരുടെ ആ ഒറിജിനൽ ഭാഗത്തേക്ക്, എവിടെ നിന്നാണോ പലായനം ചെയ്തത് ആ ഭാഗത്തേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് അവർ വന്ന് താമസിക്കുകയും UN-ന്റെ ഒക്കെ സമ്മതത്തോടു കൂടി 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇസ്രായേല് അവിടെ ഒറിജിനലി ഈ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് അധിനിവേശം എന്ന് പറയുന്നതിൽ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, പാലസ്തീൻ ഗവൺമെന്റ്, ഇപ്പോഴത്തെ പാലസ്തീൻ ഗവൺമെന്റ് ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാൻ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2-3 ദിവസം മുമ്പെയാണ് അവിടുത്തെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണം, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഹമാസ് പാലസ്തീന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാലസ്തീൻ ഗവൺമെന്റ് ഇവരോട് കീഴടങ്ങാൻ പറയത്തില്ലല്ലോ. ആ ഹമാസ് എന്ന് പറയുന്ന ഇറാന്റെ ഒരു പ്രോക്സിയാണ്. ഇറാൻ അവർക്ക് വെള്ളവും വളവും ഒക്കെ കൊടുത്ത്, ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തി വെച്ചിരിക്കുന്ന ഒരു പ്രോക്സിയാണ്. ഇറാൻ പറയുന്ന അനുസരിച്ചിട്ടാണ് ഇവര് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഈ 65,000 ആൾക്കാരാണ് ഇപ്പൊ ഈ 2003 ഒക്ടോബർ 7 ശേഷം, ആ സംഭവത്തിന് ശേഷം ഇതുവരെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത്, പലസ്തീനിലല്ല ഗാസ സ്ട്രിപ്പിൽ കൊല്ലപ്പെട്ടത് 65,000 ആളുകളാണെന്നാണ് കണക്ക്. ഒഫീഷ്യലി അൺഒഫീഷ്യലി എത്രയാണെന്ന് അറിയില്ല. അത് 65,000-ൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ഡെൻസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ 65,000 പേരല്ല, 6.5 ലക്ഷം പേരവിടെ, അല്ലെങ്കിൽ ഒരു 6 ലക്ഷം പേരെങ്കിലും മരിക്കേണ്ടതാണ്. ഒരു 4.5 ലക്ഷം ആളുകൾ അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശക്തമായിട്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സ്പോട്ടിൽ ആക്രമിക്കാൻ പോവാണ്, സാധാരണ സിവിലിയൻസ് എല്ലാം ഇവിടുന്ന് പൊക്കോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് ഇവരെ ആക്രമിച്ചത്. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ 65,000-ൽ നിന്നത്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യമനില് ഹൂത്തികളും സൗദി അറേബ്യയുമായിട്ട് ഭയങ്കരമായ അതുപോലെ വർഷങ്ങളായിട്ടുള്ള സംഘർഷം നടക്കുന്നുണ്ട്. ഇറാനാണ് ഈ ഹൂത്തികളെ ഫണ്ട് ചെയ്യുന്നത് സൗദി അറേബ്യക്കെതിരായിട്ട്. ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സുന്നി ഷിയ പ്രശ്നമാണ്. സൗദി അറേബ്യ ഇതിനോടകം യമനില് 3.5 ലക്ഷം ആളുകളെ കൊന്നു കഴിഞ്ഞു. 3.5 ലക്ഷം ആളുകളുടെ ജീവൻ സൗദി അറേബ്യ അപഹരിച്ചു. പക്ഷേ നമ്മൾ ആരും, ലോകം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. ഹൂത്തികൾ 4 മിസൈൽ സൗദിയിലോട്ട് വിടും, സൗദി ഒരു 10 അങ്ങോട്ടും വിടും. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം യമനികളെ സൗദി അറേബ്യ കൊന്നു കൊടുത്തിയത് നമ്മൾ വിഷയമാക്കുന്നില്ല. മിനിഞ്ഞാന്നല്ലേ പാകിസ്ഥാൻ 30 പേരെ അവരുടെ സ്വന്തം രാജ്യത്തുള്ള സിറ്റിസൺസിനെ മിസൈൽ അയച്ചു. അതും പ്രിസിഷൻ സ്ട്രൈക്ക്, അബദ്ധം പറ്റിയതെന്ന് പറയാൻ പറ്റില്ല. ഹയസ്റ്റ് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് 30 പേരെ കൊന്നത്. ലോകം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പുറകിൽ അജണ്ട ഉണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ചർച്ച ചെയ്യുമ്പോൾ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി